ഇസ്രയേലിലെ ടെൽ അവീവിൽ നടന്ന ശക്തമായ മിസൈൽ ആക്രമണത്തിൽ 14 പേർക്ക് പരുക്ക്. ഇസ്രയേൽ തലസ്ഥാനവും സുപ്രധാന കേന്ദ്രവുമായ ടെൽ അവീവിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടം. യമനിൽ നിന്നുള്ള ഹൂതികളുടെ മിസൈലുകളാണ് പതിച്ചത്. 14 ജൂത കുടിയേറ്റക്കാർക്ക് പരുക്കേറ്റു. പ്രാദേശിക സമയം 3:50-നാണ് ആക്രമണം. ഇസ്രയേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തകർക്കാനായില്ല. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്കേൽക്കുകയും പലരുടെയും നില ഗുരുതരമാണെന്നുമാണ് റിപ്പോർട്ട്. എന്നാൽ 14 പേർക്ക് മാത്രമേ പരുക്കേറ്റിട്ടുള്ളൂവെന്നും ഗ്ലാസ് പൊട്ടിത്തെറിച്ചാണ് ഇവർക്ക് പരുക്കേറ്റതെന്നുമാണ് ഇസ്രയേലിന്റെ അവകാശവാദം. മിസൈൽ ആക്രമണം തടയുന്നതിൽ ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മിസൈലിനെ തടയാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. പുലർച്ചെ നടന്ന ആക്രമണമായതിനാൽ നിരവധി ജൂതന്മാർ കിടക്കയിൽ നിന്ന് എണീറ്റ് ബങ്കറിലേക്ക് ഓടിയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തുടർച്ചയായ 2ാം ദിവസമാണ് ഹൂതികൾ ടെൽ അവീവ് ആക്രമിക്കുന്നത്. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരുന്നത്. ഇതിനെ ഹമാസ് അടക്കമുള്ള വിവിധ പലസ്തീനിയൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അഭിനന്ദിച്ചിരുന്നു. ആക്രമണം വ്യാപിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യമൻ തലസ്ഥാനമായ സൻആയിലും തീരനഗരമായ ഹൊദൈദയിലും ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ ആക്രമണങ്ങൾ കൊണ്ട് ഗാസയ്ക്കുള്ള യമന്റെ പിന്തുണ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പുതിയ ആക്രമണം.